80 വർഷങ്ങൾക്ക് മുമ്പ് വരെ കേരളത്തിൽ വൃക്ഷവൈദ്യന്മാരുണ്ടായിരുന്നു. അതായത് ഈ കൂട്ടെന്ന് പറഞ്ഞാൽ ഒരു 18 ഇനത്തിൽപ്പെടുന്ന മരുന്നുകൾ ഉൾപ്പെടും. കണ്ടത്തിൽ നിന്നെടുത്ത മണ്ണ്, മരം നിൽക്കുന്ന സ്ഥലത്തെ മണ്ണ് തെള്ളിയെടുത്തത്, പിന്നെ ഏറ്റവും പുതിയ മണ്ണ് പ്രകൃതിയിലെ എന്ന് പറയുന്നതാണ് ഈ ചിതൽപുറ്റിൽ. ഡോക്ടറുടെ ഒരു ഫീ കാണുമല്ലോ, അങ്ങനെ ഒരിടത്തൊന്നും ഇന്നേ വരെ 201 മരത്തെ ചികിത്സിക്കാൻ പോയിട്ട് വാങ്ങിയിട്ടില്ല. നിങ്ങൾ അറിഞ്ഞു തരും കിട്ടുമെന്നുള്ള. ചിലപ്പോൾ മരം നോക്കാൻ പോയിട്ട് വെറും കൈയോടെ വന്നിട്ടുണ്ട്, കാരണം ഈ ഒരു പോളിസി കാരണം. ഒരേ ജാതിയിൽപ്പെട്ട 2 മരങ്ങൾ, ഒരേ ഇനത്തിൽപ്പെട്ട 2 മരങ്ങൾ പരസ്പരം കാണാവുന്ന അകലത്തിൽ നട്ടു കഴിഞ്ഞാൽ. നമസ്കാരം, ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം. ലോക പരിസ്ഥിതി ദിനമാണല്ലോ വരുന്നത്. ഇന്ന് നമുക്കൊപ്പം നമ്മൾ അധികം കണ്ട് അറിഞ്ഞ് പരിചയിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിത്വമാണ് നമ്മൾക്കൊപ്പം ഉള്ളത്. ബിനു സാറ്. കോട്ടയം വാഴൂരാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹം വൃക്ഷങ്ങളുടെ ഡോക്ടർ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. സ്കൂൾ അധ്യാപകനാണ്. വൃക്ഷങ്ങൾക്ക് എന്തു രോഗമുണ്ടായാലും വൃക്ഷങ്ങളുടെ അടുത്ത് ചെന്ന് അവർക്ക് മരുന്ന് വെച്ച് കെട്ടി പരിപാലിക്കുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഗുൽമോഹർ മരത്തിൻ്റെ പൂത്തു നിൽക്കുന്ന ഗുൽമോഹർ മരത്തിൻ്റെ ചുവട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ വിശേഷങ്ങൾ, വൃക്ഷ ചികിത്സ സംബന്ധിച്ച്, വൃക്ഷ ആയുർവേദം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. എന്തായാലും ലോക പരിസ്ഥിതി ദിനം ഇങ്ങ് എത്തുകയാണല്ലോ. അദ്ദേഹമാണ് നമ്മുടെ ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ അതിഥി. അദ്ദേഹത്തെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു. നമസ്കാരം സർ. നമസ്കാരം. സർ, വൃക്ഷങ്ങളുടെ ചികിത്സ, ആ ഒരു കൺസെപ്റ്റ് എന്താണത് ചെയ്യുന്നത്? അതായത് പിന്നെ വൃക്ഷങ്ങൾക്ക് ചികിത്സ എന്നുള്ളത് ഒരു 2000 വർഷങ്ങൾക്ക് മുമ്പ് മുതലേ ഭാരതത്തിൽ നിലവിലുണ്ടായിരുന്നു. അന്നത്തെ ശാസ്ത്രജ്ഞന്മാരെന്നോ അന്നത്തെ മഹർഷിമാരെന്നോ ഒക്കെ പറയാവുന്ന കുറേ അധികം മഹർഷിമാർ ചേർന്ന് പല ഗ്രന്ഥങ്ങളിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ചരകൻ എഴുതിയിട്ടുണ്ട്, ചരക സംഹിതയിലുണ്ട്. ചരകൻ, ശുശ്രുതൻ, കശ്യപൻ, വരാഹവീരൻ, ശാർങ്ങധരൻ, വാത്സ്യായൻ വരെ മരങ്ങൾക്കുണ്ടാകുന്ന രോഗത്തെ സംബന്ധിച്ചും അതിൻ്റെ ചികിത്സയെ സംബന്ധിച്ചും പറയുന്നുണ്ട്. അപ്പം അത് സംസ്കൃതത്തിലാണ് എല്ലാ ഗ്രന്ഥങ്ങളും ഉള്ളത്. 80 വർഷങ്ങൾക്ക് മുമ്പ് വരെ കേരളത്തിൽ വൃക്ഷവൈദ്യന്മാരുണ്ടായിരുന്നു. അവരുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇങ്ങനെ ചെറിയ ഒരു കിറ്റുമൊക്കെ ആയി വീടുകളിൽ ചെല്ലും. വീടുകളിൽ ചെന്നിട്ട് ഇന്ന മരത്തിന് രോഗമുണ്ടല്ലോ, ചികിത്സിക്കട്ടെ എന്ന് ചോദിക്കും. ചികിത്സിക്കും. അതിനുള്ള പൈസ എന്താണോ അത് ദക്ഷിണ പോലെ കൊടുക്കും, അത് മേടിക്കും. അവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കും, പോവും. അതൊരു രീതിയായിരുന്നു. ഡോക്ടർ എസ് സീതാരാമൻ എന്ന് പറയും, മരണപ്പെട്ടു, കോവിഡ് പിടിച്ച് മരണപ്പെട്ടു. അദ്ദേഹത്തെ ഗുരു എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അദ്ദേഹവുമായിട്ടിങ്ങനെ നടന്നു പോകുന്ന അവസരത്തിൽ ഒരു റോഡിൽ നിൽക്കുന്ന ഒരു മരത്തിൻ്റെ ചുവട്ടിൽ തീയിട്ട് ആ തീ കയറി മരത്തെ പിടിച്ച് മരത്തിൻ്റെ തൊലി ഇങ്ങനെ കത്തുന്നതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാറേ ഇതുകൊണ്ട് മരം നിന്ന് കത്തുകയാണ്, എന്നാലും ചെയ്യണമെന്ന്. നീ ഒരു കാര്യം ചെയ്യും, അയാളോട് തന്നെ, ആ കടക്കാരനോട് തന്നെ പറയാം, ശകലം വെള്ളം തരാൻ, മേടിച്ച് കെടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ വെള്ളം മേടിച്ച് കെടുത്തി, ഇനി ഇട്ട് കത്തിക്കരുത്, പ്ലാസ്റ്റിക് ഒന്ന് വേസ്റ്റ് ഇട്ട് ഇതിൻ്റെ ചോട്ടിലല്ല കത്തിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിഞ്ഞ് പോന്നു. പുള്ളി നേരെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് പുള്ളി അടുക്കളയിലും മുറിയിലും എല്ലാം കൂടെ ചെന്ന് കുറച്ച് സാധനങ്ങളെടുത്ത് ഫ്രിഡ്ജിനകത്തിരുന്ന കുറച്ച് പാലുമൊക്കെ എടുത്ത് ഒഴിച്ച് ഒരു ബക്കറ്റിനകത്താക്കിയിട്ട് പറഞ്ഞു, നീ അത് അവിടെ പോയി ഒന്ന് കഴുകിയിട്ട് ഈ മരുന്നങ്ങ് പുരട്ടുക, പിന്നെ ഞാനെന്നാ വരുന്നെന്ന് പറഞ്ഞു. ഞാൻ ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നത്തിനും അദ്ദേഹത്തിൻ്റെ ഒരു അലക്കി വെച്ചിരുന്ന മുണ്ട്, പഴയ മുണ്ടാണ്, ആ മുണ്ടും ആയിട്ട് വന്നിട്ട് പറഞ്ഞു, നീ തേച്ച് പിടിപ്പിച്ചെന്ന് പറഞ്ഞു. ഇതുകൊണ്ട് കെട്ടിയേക്കാൻ പറഞ്ഞു, വരാൻ പറഞ്ഞു. അപ്പോൾ എനിക്കിത് ആദ്യത്തെ അത്ഭുതം, 12 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഇത് പഠിക്കണം,
ആ മരത്തിൻ്റെ പിന്നീടുള്ള അവസ്ഥ എന്തായിരുന്നു? ആ മരത്തിന് മുറിവെല്ലാം ഉണങ്ങി നിർഭാഗ്യവശാൽ ഈ കഴിഞ്ഞ വർഷം റോഡിന് വീതി കൂട്ടുന്ന അവസരത്തിൽ ആ മരം മുറിച്ചത്. പക്ഷേ ആ മരത്തെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് എല്ലാം നമ്മുടെ കൈവശമുണ്ട്. അപ്പോൾ അങ്ങനെ ആണ് ആദ്യത്തെ. അത് കഴിഞ്ഞപ്പം ഇദ്ദേഹം പറഞ്ഞു അത് അങ്ങനെ പഠിപ്പിക്കാനോ പറഞ്ഞു തരാനോ നോക്കത്തില്ല, തന്നെ ചെയ്ത് പഠിക്കണം. തന്നെ ചെയ്ത് പഠിക്കണമെങ്കിൽ അന്വേഷണം വേണം. അങ്ങനെ അന്വേഷണം നടത്തി കണ്ടെത്തി തന്നെ ചെയ്തിട്ട് വല്ല സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു പറഞ്ഞുതരാം, അല്ലാതെ ഇത് പഠിപ്പിക്കുകയില്ല. ആയുർവേദം എന്ന് പറയുന്നൊരു പ്രത്യേക വിഭാഗം തന്നെയുണ്ടല്ലേ? വിഭാഗമുണ്ട്. ആനവൈദ്യം ഉണ്ട്, അതുപോലെ തന്നെ വൃക്ഷ ആയുർവേദമുണ്ട്. പക്ഷേ ഇത് ചിതറക്കിടക്കാണ്. ആനവൈദ്യം എന്ന് പറഞ്ഞ ഒരു പുസ്തകമായിട്ട് നമുക്ക് കിട്ടും. വൃക്ഷ ആയുർവേദം പല ആൾക്കാർ എഴുതിയതായതുകൊണ്ട് പലയിടത്തായിട്ട് കിടക്കുകയാണ് അവരുടെ കൃതികളിൽ. ആരോഗ്യപരമായി സങ്കലനം ഉണ്ടായിട്ടില്ല, ഇല്ല ഒരു കൂട്ടിച്ചേരലോ ഒന്നും ഉണ്ടായിട്ടില്ല. വൃക്ഷ ആയുർവേദം വിവിധ ഗ്രന്ഥങ്ങളിലൂടെ എന്ന് പറഞ്ഞിട്ട് റിസർച്ചിൻ്റെ പേപ്പറാണ്, മലയാള പരിഭാഷ കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു മരം ഇങ്ങനെ തപ്പി അടക്കുമ്പോഴാണ് പൊൻകുന്നത്ത് പുതിയ ദിവസത്തിന് മുന്നേ നിൽക്കുന്ന വലിയ പ്ലാവ് ഇടിവെട്ടേറ്റ് അവർ വെട്ടാനായിട്ട് പോവാം. അത് കരിഞ്ഞു ഉണങ്ങിയെന്ന് പറയും പൂർണ്ണമായിട്ട്. അത് അവർ വെട്ടി മാറ്റാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിൽക്കുന്ന അവസരത്തിൽ നമ്മളിതറിഞ്ഞ് അവിടെ ചെന്നിട്ട് അന്ന് ദൈവം മോഹൻ ചേട്ടനാണ്. അപ്പം പുള്ളി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു 3 മാസം ഞങ്ങൾ നീട്ടിത്തരാം, എന്നാണെന്ന് വെച്ച് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അതിന് ചെയ്തു. നമുക്കൊരു സമയം തന്നു. ഭയങ്കരമായിട്ട് ക്ലിക്കായി. എന്താ അവിടെ ചെയ്തത്? അവിടെ ഈ പറയുന്നത് ഈ ചരകൻ്റെ വൃക്ഷായുർവേദ കൂട്ട് നമ്മൾ തയ്യാറാക്കി. അതായത് ഈ കൂട്ടെന്ന് പറഞ്ഞാൽ ഒരു 18 ഇനത്തിൽപ്പെടുന്ന മരുന്നുകൾ ഉൾപ്പെടും. കണ്ടത്തിൽ നിന്നെടുത്ത മണ്ണ്, മരം നിൽക്കുന്ന സ്ഥലത്തെ മണ്ണ് തെള്ളിയെടുത്തത്, പിന്നെ ഏറ്റവും പുതിയ മണ്ണ് പ്രകൃതിയിലെ എന്ന് പറയുന്നതാണ് ഈ ചിതൽപുറ്റിലെ മണ്ണ്. ഈ 3 മണ്ണുകൾ ഒപ്പം നാടൻ പശുവിൻ്റെ പാല്, നാടൻ പശുവിൻ്റെ നെയ്യ്, ചെറുതേന്, കദളിപ്പഴം, എള്ള്, രാമച്ചം, ചെറുപയർ പൊടിച്ചത്, ഇങ്ങനെ നീളുന്ന ഒരു ലിസ്റ്റാണ്. അപ്പോൾ അത് ഓരോ അനുവാദത്തിൽ വേണം. ഈ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ പറ്റിയിട്ട് കെമിക്കൽസ് ഒന്നുമില്ല, ഇതെല്ലാം പ്രകൃതിദത്തമാണ്, കംപ്ലീറ്റ് പ്രകൃതിദത്തമാണ്. മരുന്നുകളായിട്ട് വേറെ പച്ചച്ചാണകം ഇല്ല, വേറൊന്നുമില്ല. മരം കഴുകിയിട്ട് മുറിവുള്ള ഭാഗം എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഇടിവെട്ടേറ്റ മരത്തിൻ്റെ ഏത് ഭാഗമാണ് കഴുകുന്നത്? എല്ലാ മരത്തിൻ്റെയും ഒരാൾ പൊക്കം മുതൽ താഴേക്കുള്ള ഭാഗമാണ് കഴുകുന്നത്. നിലത്തുനിന്ന് ഒരാൾ പൊക്കം മുതൽ താഴോട്ടുള്ള ഭാഗം. അങ്ങനെ പറയാൻ കാരണം ഇതിൻ്റെ തല എന്ന് പറയുന്നത് ഭൂമിയിലാണ്, വേരുകളാണ്. അപ്പോൾ അവിടെയാണ് അതിന് ചികിത്സ വരേണ്ടത്. എന്നാൽ പിന്നെ വേരിനകത്ത് ചെയ്താൽ പോരായിരുന്നു. എന്തിനാ ഈ കടയ്ക്കൽ വെക്കുന്നത് അല്ലേ? ഇതിൻ്റെ തടിയിൽ എന്തുകൊണ്ടാണ് ഇത് മരുന്ന് തേച്ച് കെട്ടി നിർത്തുന്നതെന്ന് ചോദിക്കാറുണ്ട്. പതുക്കെ കാറ്റും വെയിലും പക്ഷികളുടെ പ്രയോഗവും ജീവികളുടെ പ്രയോഗവും എല്ലാമായിട്ട് പതുക്കെ വേണം ഇത് വേരുകളിലേക്ക് വരാൻ. അതിനാണ് നമ്മളിത് കെട്ടി നിർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് കാറ്റാലും വെയിലാലും മഴയാലും ഒക്കെ പ്രകൃതിയാൽ തന്നെ ഇത് അലിഞ്ഞ് ഇതിൻ്റെ ചുറ്റുപാടുള്ള മണ്ണിനകത്ത് ചേരും. അത് വേര് വലിച്ചെടുക്കും, മരം ദൃഢമായി തീരും. ആ പൊൻകുന്നത്ത് കാവിലെ ഈ ഇടിവെട്ടേറ്റ പ്ലാവ് ഇപ്പോഴും നിൽപ്പുണ്ട്. അതിനെ കോവിൽ പ്ലാവ് എന്നറിയപ്പെടുന്നത്. അതിൻ്റെ ഒരു ചക്ക എന്ന് പറയുന്നത് 2 ആൾ പിടിച്ചാണ് അതിനെ പൊക്കിയെടുക്കുന്നത്. അത്ര ഭാരത്തിൽ വലിയ ചക്കയാണ്. അവരെല്ലാ പ്രാവശ്യം അത് ലേലം കൊടുക്കും. അവർ നമുക്ക് 3 മാസമാണ് തന്നത്. അവർ എത്ര മാസം കൊണ്ട് അതിനെ റിജുവിനേറ്റ് ചെയ്യാൻ പറ്റി, പുനർജീവൻ കൊടുക്കാൻ കഴിഞ്ഞു? നമുക്ക് 6 മാസം വേണമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഭാഗ്യം കൊണ്ട് 3 മാസത്തിൽ തന്നെ അതിന് റിസൾട്ട് ഉണ്ടായി. അതാണ് ആദ്യ പരീക്ഷ. നല്ല ആരോഗ്യവാനായിട്ട് പ്ലാവ് നിൽക്കുന്നു. ആരോഗ്യവതിയാണ്, മുത്തശ്ശിയാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം അത് ആ ചക്ക വർഷങ്ങളായിട്ട് ലേലം പിടിക്കുന്ന ഒരു തമിഴ്നാടുകാരനുണ്ട്. ഞാൻ എൻ്റെ ഒരു ഹിസ്റ്ററി തപ്പിട്ടു. അപ്പോൾ അയാൾ ഇവിടുന്ന് ഈ ചക്ക കൊണ്ടുപോയിട്ട് കേരളത്തിലെ കോവിൽ പ്ലാവിൻ്റെ ചക്കയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചുളയ്ക്ക് 15 രൂപ 20 രൂപയാണ് മേടിക്കുന്നത്. ഇത് ഈ കോവിൽ പ്ലാവ് എന്നുള്ള പേര് ആ തമിഴിനിട്ടതാണോ? ആയിരിക്കും. ഒരു തമിഴ് ചുവയുണ്ട്. അപ്പോൾ അങ്ങനെ ആണ് ആദ്യത്തെ പരീക്ഷണം. അത് കഴിഞ്ഞ് പിന്നെ ധന്വന്തരി ആയുർവേദ
കുടുംബ ഈ പറഞ്ഞത് ആദ്യത്തെ പരീക്ഷണം. എന്നാലും ഇതിലേക്ക് നമ്മൾ ആദ്യം എത്തിയത് അന്നത്തെ ആലുവയിലെ സംഭവമാണ്. ആലുവയിലെ ആദ്യത്തെ ഒരു അനുഭവം. അദ്ദേഹം കാണിച്ചു തന്നൊരു വഴി. ഇതിനു മുമ്പ് എനിക്കറിയില്ല, ഇങ്ങനെ ഒരു ശാഖയെക്കുറിച്ച് അറിയില്ലായിരുന്നു. പക്ഷെ ഇദ്ദേഹം കാണിച്ചു തന്ന വഴിയിൽ നമ്മൾ പോയി. അദ്ദേഹം മരണപ്പെട്ടു പാവം. എന്നാലും ആ ഓർമ്മ. മരങ്ങളുടെ കേടും മുറിവും മാത്രമല്ല, പൊള്ളലേറ്റാലും പരിഹരിക്കും. പരിഹരിക്കും. പൊള്ളലിന്റെ കാഠിന്യം പോലെ പൊള്ളൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലേപനം ഉണ്ടാക്കാം. താമര സമൂലം, വേര്, തണ്ട്, പൂവ്, കായ, ഇല, ഇത് ശരിക്കരച്ച് കുഴമ്പ് പരുവമാക്കി. ആയുർവേദ വൈദ്യന്മാർ സമൂല അരച്ച് പിഴിഞ്ഞ്. സമൂലം എന്ന് പറഞ്ഞാൽ അതാണ്, മൊത്തമാണ്, മൂലസഹിതം, മൊത്തമാണ്, വേര് സഹിതമാണ്. ഇവനെ പറിച്ച് അരിച്ച് അറഞ്ഞ് ഇതാക്കി അടിച്ച് കുഴമ്പ് പരുവത്തിലാക്കി എടുക്കും. അതിൽ പാല് ചേർക്കും, മറ്റേ എല്ലാ മരുന്നുകളോട് ചേർക്കും. ചേർത്തതിന് ശേഷം ഇത് വെന്ത ഭാഗത്ത് തേച്ച് പിടിപ്പിക്കും. മരത്തിൽ കൈവച്ച് കഴിഞ്ഞാൽ മരത്തിലിങ്ങനെ കൈവച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പനിയുള്ള മരവും പനിയില്ലാത്ത മരവും. അങ്ങനെ അറിയാം. അതൊക്കെ എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ഞാൻ 201 മരങ്ങളായി ചികിത്സിച്ചു. എത്ര വർഷം കൊണ്ട്? 12 വർഷത്തിനിടയിൽ. അതിൽ 181 മരത്തോളം ജീവിച്ചിരിപ്പുണ്ട്. ബാക്കി മരണപ്പെട്ടു. പിന്നെ ഏത് മനുഷ്യനാണെങ്കിലും എത്ര നല്ല ആയുസുണ്ടല്ലോ. അതുപോലെ മരങ്ങൾക്ക് ആയുസുണ്ട്. ഓരോ മരത്തിനും ആയുസുണ്ട്. ഇപ്പം അരയാലിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 1200 വർഷം മുതൽ 1500 വർഷം വരെ യാതൊരു കേടും കൂടാതെ അരയാൽ നിൽക്കും. പേരാലാണെങ്കിൽ അതിലും ഭയങ്കരമാണ്. 1800 വർഷം മുതൽ 2400 വർഷം വരെ യാതൊരു കേടും കൂടാതെ ഭൂമിയിൽ പേരാൽ നിൽക്കും. അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിൻ്റെ മരം പേരാലായത്. ഇതിനോടകം ഇപ്പം 201 വൃക്ഷങ്ങൾക്ക് ചികിത്സ കൊടുത്തു എന്ന് പറഞ്ഞു. ഏതൊക്കെ നാടുകളിലായിരുന്നു അത്? അത് പിന്നെ തമിഴ്നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട്, ബോംബെയിലുണ്ട്. ഒരു മരം തരുന്ന ഓക്സിജൻ്റെ അളവ് എത്രയാണ്? 24 മണിക്കൂർ ഓക്സിജൻ മനുഷ്യന് വേണമെന്നുണ്ടെങ്കിൽ, ആശുപത്രി പോകണമെന്നുണ്ടെങ്കിൽ 2800 മുതൽ 3000 രൂപ വരെ കൊടുക്കണം. 15 വർഷത്തിന് മുകളിൽ പ്രായം ചെന്ന 15 മരങ്ങളുണ്ടെങ്കിൽ 24 മണിക്കൂർ ഓക്സിജൻ നമുക്ക് കിട്ടും. 1 രൂപ മുടക്കില്ല. അതുകൊണ്ട് ഈ മഹാരാഷ്ട്രയിൽ ആശുപത്രികൾ എല്ലാം കേരളത്തിൻ്റെ അത്രയൊന്നും വലിയ ആശുപത്രിയല്ല, കാര്യങ്ങളല്ല എന്ന് പറയുമ്പോൾ പോലും കോവിഡ് സമയത്ത് അവർ ആശുപത്രി ചികിത്സയ്ക്ക് വന്ന് രോഗം ഭേദമായ ആൾക്കാർ തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ മഹാരാഷ്ട്രയിലെ ചില ആശുപത്രികളിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. വൃക്ഷം നടൂ മോക്ഷം നേടൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ഒരു വൃക്ഷം നടൂ എന്ന് പറഞ്ഞു. അപ്പം അത്തരത്തിലേക്ക് ഒരു കാഴ്ചപ്പാട് ഉണ്ടാവണം. അത് ഒരേ ജാതിയിൽപ്പെട്ട 2 മരങ്ങൾ, ഒരേ ഇനത്തിൽപ്പെട്ട 2 മരങ്ങൾ പരസ്പരം കാണാവുന്ന അകലത്തിൽ നട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് വളർച്ചയുണ്ടാവും. രീതിശാസ്ത്രം പിടിച്ചിട്ടില്ല, പക്ഷേ ഇവർ തമ്മിൽ വർത്തമാനം പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ബിനുസാറിൻ്റെ വീടിനുള്ളിലാണുള്ളത്. ഇവിടെ ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയ, ട്രീ ഡോക്ടർ എന്ന നിലയ്ക്ക് കിട്ടിയ ഒരുപാട് പുരസ്കാരങ്ങൾ. പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് പാലക്കാട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് കൊടുത്ത പുരസ്കാരം, കെ ബിനു ദ ട്രീ ഡോക്ടർ 2019 കൊടുത്ത പുരസ്കാരമാണ്. അങ്ങനെ ഒരുപാട് സംഘടനകളും സ്ഥാപനങ്ങളും പ്രകൃതി സ്നേഹികളും ഒക്കെ കൊടുത്തിരിക്കുന്ന പുരസ്കാരങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കൂടാതെ അപ്പുറത്ത് വേറെയും ഇരിപ്പുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഈ പുരസ്കാരങ്ങളെക്കുറിച്ചൊക്കെ. ഇതൊക്കെ ഏതൊക്കെ കാലഘട്ടത്തിൽ കിട്ടിയതാണ്? ഏതൊക്കെ സ്ഥാപനങ്ങളും സംഘടനകളും? എനിക്ക് 2015 മുതൽ കിട്ടിയിട്ടുണ്ട്. 2015 അന്നത്തെ ഗവൺമെൻറ് എനിക്ക് പ്രകൃതി മിത്ര അവാർഡ് തന്നു. സർക്കാരിൻ്റെ പുരസ്കാരമായിരുന്നു. സർക്കാരിൻ്റെ പുരസ്കാരം. അത് പരിസ്ഥിതി പ്രവർത്തകർക്ക് ജൂൺ 5-ാം തീയതി ഡിക്ലെയർ ചെയ്ത് അടുത്ത വർഷം ജൂൺ 5-ാം തീയതി കൊടുക്കുന്ന ഒരു പുരസ്കാരമാണ്. അതിന് കുറേ കാര്യങ്ങളുണ്ട്. അത് പിന്നെ അതിന് ശരിക്കും അപേക്ഷ കൊടുത്ത് പിന്നീടാണ് ഫോറസ്റ്റ് വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളെങ്ങനെ തിരഞ്ഞെടുക്കാൻ പോകണം, നിങ്ങളൊരു അപേക്ഷ തരണം. അപ്പോൾ അങ്ങനെയാണ് ആദ്യത്തെ അവാർഡ്.
അത് കഴിഞ്ഞ് അത് 25,000 രൂപ പ്രശസ്തി പത്രം അടയ്ക്കുക. അത് ഇവിടെ ഉണ്ട്. ഇവിടെ വെച്ചിട്ടുണ്ട്. ആണ്. ഒന്ന് കാണിക്കുമോ? അത് ഏത് വർഷത്തെ? പ്രകൃതി മിത്ര 2014. കേരള വനം വന്യജീവി വകുപ്പിൻ്റെ പ്രകൃതി മിത്ര പുരസ്കാരം 2014. അതാണ് ഈ പുരസ്കാരം. സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരമാണിത്. അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറായിരുന്നു വനമന്ത്രി. അദ്ദേഹം കോട്ടയത്ത് ജില്ലാ പഞ്ചായത്ത് സർക്കാരിന് സംസ്ഥാന സർക്കാരിൻ്റെതായിട്ട് വേറെ എന്തെങ്കിലും ആദരവ് കിട്ടിയിട്ടുണ്ടോ? ഇതൊന്ന്. ഇതുകൂടാതെ 2015 വീണ്ടും ഇത് പ്രകൃതി മിത്രയാണ്. 2015 വനമിത്ര കിട്ടിയിട്ടുണ്ട്. അതും സർക്കാരിൻ്റെ. ശരി. 2 അവാർഡ് കിട്ടി സർക്കാരിൻ്റെ. ഒരുപാട് പുരസ്കാരങ്ങൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് ബിനുസാർ എഴുതിയ പുസ്തകമാണ് പിപ്പലാന്ത്രിയിലെ പെൺമരങ്ങൾ, കെ ബിനു. ഇത് എന്താണ് ഈ പുസ്തകം? ഒന്ന് പറയൂ. അതായത് ഇത് പിന്നെ രാജസ്ഥാനിൽ പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശമുണ്ട്, പിപ്പലാന്ത്രി എന്ന് പറയും. പിപ്പലാന്ത്രി എന്ന് പറയുന്ന ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പേരാണ്. പീവൽ എന്ന് പറഞ്ഞാൽ ആലെന്നാണ് അർത്ഥം. ആലുകളുടെ ഗ്രാമം എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത്. അവരുടെ പഞ്ചായത്തിൻ്റെ പേര് പിപ്പലാന്ത്രി എന്നാണ്. പിപ്പലാന്ത്രി ഗ്രാമത്തിലെ ശ്യാം സുന്ദർ പരിവാൾ എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്. ഇപ്പോഴും ഉണ്ട് അദ്ദേഹം, ശ്യാം സുന്ദർ പരിവാൾ. അദ്ദേഹം ലോകത്തിലെ അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് ശ്യാം സുന്ദർ പരിവാൾ. അദ്ദേഹം എല്ലാ വർഷവും പരിസ്ഥിതി ഉത്സവം നടത്തും. പരിസ്ഥിതി ഉത്സവം നടത്തുന്നിടത്ത് ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും അദ്ദേഹം അറിയുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകനെ വിളിക്കും. അങ്ങനെയാണ് എനിക്ക് ക്ഷണം കിട്ടിയത്. അത് 2020 അന്ന് പോയി, അവിടെ രാജസ്ഥാനിൽ പോയി. എല്ലാ വർഷവും UN പ്രതിനിധി വരും എല്ലാ സംസ്ഥാനത്തു നിന്നും. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഒരു പരിസ്ഥിതി പ്രവർത്തകരെ ക്ഷണിച്ച് ഇതുപോലത്തെ മൊമെൻ്റ് തന്ന് ആദരിക്കും ആ ചടങ്ങിൽ വെച്ച്. അപ്പോൾ അതിൽ പോകാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ചികിത്സയുടെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ ഒരു മരത്തിന് കേടുണ്ടെങ്കിൽ ആ കേടുള്ള ഭാഗത്ത് കത്തി വെക്കുമോ? അത് ആ കേടുള്ള ഭാഗം മുറിച്ച് കളഞ്ഞ് അവിടെ മരുന്ന്? അങ്ങനെയല്ല. അതായത് ഒരു മരത്തിന് കേടുള്ള ഭാഗം കണ്ടു കഴിഞ്ഞാൽ കേടുള്ള ഭാഗം ആദ്യം കഴുകും. നമ്മൾ ഡെറ്റോളും ഒക്കെ ഉപയോഗിച്ച് കഴുകുന്ന പോലെ ഇത് പച്ചവെള്ളത്തിൽ കഴുകും. പച്ചവെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഉണങ്ങിയ തുണി കൊണ്ട് ആ കേടുള്ള ഭാഗം ഉപ്പിയതിന് ശേഷം വൃക്ഷ ആയുർവേദത്തിൽ പറയുന്നുണ്ട് സൂക്ഷ്മജീവികൾക്ക് ആഹാരം കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ അരിക്കോലം ഓണത്തിനും വിഷുവിനുമൊക്കെ അരിയിൽ പഞ്ചസാര അരിയോടെ ഇട്ട് പാലിനകത്ത് കുഴച്ചിട്ട് കൈ ഇങ്ങനെ മുക്കി നിരയിലും പെരയിലും ഒക്കെ പഴയ കാലത്ത് വെക്കുമായിരുന്നു. അതിന് ഉറുമ്പുകൾക്ക് ആഹാരം കൊടുക്കാനുള്ള സങ്കല്പം. അതുപോലെ ഇവിടെ സൂക്ഷ്മജീവികൾ നിരവധിയുണ്ട്. ഈ ഒരു മരത്തിൻ്റെ പിന്നെ തടിയേൽ ഫംഗസും ഒക്കെ ഉൾപ്പെടെ ആ സൂക്ഷ്മജീവികൾക്ക് ആഹാരം കൊടുക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് ഇത്. വിഴാലരിയും അതിന് പ്രയോഗിക്കും. വിഴാലരി എന്ന് പറഞ്ഞാൽ 1 കിലോയ്ക്ക് 1200 രൂപയാണ്. തമിഴ്നാട്ടിലെ ഈ അരിയുള്ളൂ. ഈ അരി ഇവിടെ കൊണ്ടുവന്ന് ഭസ്മം പോലെ പൊടിച്ച് നമ്മുടെ അരിയുമായി ഉണക്കലരിയുമായി കൂട്ടിച്ചേർത്താണ് പാലിൽ കുഴച്ചാണ് ഏറ്റവും ആദ്യം തേക്കുന്നത്. മരത്തെ തേക്കുക, ഒരാൾ പൊക്കത്തെയും താഴോട്ട് തേക്കാണ്. അതായത് സൂക്ഷ്മജീവികൾക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് സങ്കല്പം. അതിന് ശേഷമാണ് ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുന്നത്. ഈ ട്രീറ്റ്മെൻറ്റ് ഈ മരുന്ന് കൂട്ടി, ഈ പറഞ്ഞ 18 കൂട്ടം മരുന്ന് കൂട്ടുകൾ എല്ലാം കൂടെ കുഴച്ചെടുക്കുമ്പോൾ ഒറ്റ കളറായിരിക്കും. അത് എന്ത് കളറാണ്? അത് ഒരു മണ്ണിൻ്റെ കളറാണോ അതുമല്ല, അങ്ങനെ ഒരു പ്രത്യേക കളറാണ്. ആ കളറ് വരണം. ആ കളറ് വന്നാൽ മാത്രമേ കൂട്ടൊക്കത്തുള്ളൂ. അങ്ങനെ കൂട്ടൊത്ത് കഴിഞ്ഞ് അത് കൈകൊണ്ടാണ്. ആയുധങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല, ഇരുമ്പ് പറ്റത്തില്ല. ഈ പണി ചെയ്യുന്നവരെല്ലാം കൈകൊണ്ട് വേണം ഇത് ചെയ്യാൻ. അങ്ങനെ ചെയ്ത് ഏകദേശം ഒരു 6 മണിക്കൂർ സമയമെടുക്കും. അങ്ങനെ ചെയ്തിട്ട് ഇത് മൊത്തം കവർ ചെയ്യാം. തുണി, നല്ല തുണി വെച്ച് അല്ല, ഈ മരുന്ന് കൊണ്ട് കവർ ചെയ്യുക. കവർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ തരുലേപനമുണ്ട്, ധാന്യങ്ങളുടെ പൊടി. അത് പാലിനകത്ത് കുഴച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും തേക്കും. അതായത് കൈയൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ കുഴമ്പിടുന്നെന്ന് പറഞ്ഞാൽ അതും ചെയ്യും. അതിനുശേഷമാണ് ഈ കോട്ടൺ തുണി കൊണ്ട് കെട്ടി നിർത്തുന്നത്. കോട്ടൺ തുണി കൊണ്ട് കെട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് ഇഴയ അകലമുള്ളത് കൊണ്ട് അവിടെ നിന്നുള്ള വായു ഇവിടെ ഇതിനകത്ത് കിട്ടും. അതിനു വേണ്ടിയാണ് അങ്ങനെ കെട്ടി അങ്ങ് നിർത്തുകയാണ് ചണനൂല് കൊണ്ട്. ഈ 6 മാസം കഴിയുമ്പോൾ ഇത്
കാറ്റും വെയിലും പക്ഷിയും പട്ടിയും ഒരിക്കൽ ചെയ്താൽ മതിയോ? അപ്പോൾ ഈ മനുഷ്യരുടെ മുറിവ് പോലെ കൂടെ ഡ്രസ്സ് ചെയ്യണോ? ഇല്ല, ഒറ്റ പ്രാവശ്യമുള്ളൂ ജീവിതത്തിൽ. ആ മരത്തിൻ്റെ ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം മാത്രമാണ് ഈ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. പിന്നെ ഗുണം വന്നാലും നശിച്ചാലും പിന്നെ ഒരു ചികിത്സയില്ല. ഇല്ല. ഈ മരങ്ങളെ ചികിത്സിക്കാനായിട്ട് പോയപ്പോഴൊക്കെ ഉള്ള രസകരമായ അനുഭവങ്ങളുണ്ടോ, അല്ലെങ്കിൽ മനസ്സിൽ തട്ടുന്നതായിട്ട് എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ, പ്രത്യേകിച്ച് ഓർമ്മയിൽ വരുന്നത്? രസകരമായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത്, ഇപ്പം പല ചികിത്സയ്ക്ക് പോയി ഈ സാധനങ്ങളെല്ലാം മേടിച്ച് പുള്ളി വണ്ടിക്കൂലിയൊക്കെ തരാമെന്ന് പറഞ്ഞു വിടുന്ന 5-6 പേരുമായിട്ട് പോവുകയാണ്. ചെയ്തു കഴിഞ്ഞ് ആള് ആളവിടുന്ന് അപ്രത്യക്ഷമായി. മുങ്ങിക്കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് 7 പേർക്ക് ഭക്ഷണം കഴിക്കണം. ഒരു 5-6 വർഷം മുമ്പാണ്. ഏത് സ്ഥലം, ഏത് ജില്ലയായിരുന്നു? പാലക്കാടാണ്. 5-6 പേർക്ക് ഭക്ഷണം കഴിക്കണം, ഒരു രക്ഷയില്ല. ഇവർ നമ്മുടെ കൂട്ടുകാരെല്ലാം പറഞ്ഞു വിശക്കാൻ തുടങ്ങി, എന്തെങ്കിലും മേടിച്ചാ രാവിലെ വന്നതല്ലേ, വണ്ടി പിടിച്ച് പോയല്ലേ. ഉടനെ ഇങ്ങനെ കേട്ടപ്പോഴാണ് മൈക്കിനകത്തൂടെ ഒരു സപ്താഹം നടക്കുന്നതിൻ്റെ ഇത് കേൾക്കുന്നു. ഉടനെ അവിടെ നിന്ന് ഒരു കുറിയൊട്ട ഒരു കക്ഷിയോട് പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഊണ് 7 പേർക്ക് അവിടെ എന്ന് പറഞ്ഞു. ഇത് ഇയാൾ കേട്ട മതി കേൾക്കാത്ത മതി നേരെ ഓടി അമ്പലക്കാരോട് പറഞ്ഞു, ഒരു 7 പേര് വരുന്നുണ്ട്, അവർക്കൂടുള്ള ഭക്ഷണം തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇത് പട്ടുമൊക്കെ ഞങ്ങളെ പൊതിച്ച് 7 പേരും പട്ടുമൊക്കെ പൊതിച്ച് പട്ടിണിയായിരുന്നു. പട്ട് പൊതച്ച് പിന്നെ സംഗതി അവിടെ ചെന്ന് പിന്നെ ടേബിള് നിരത്തി വിരിപ്പൊക്കെ ഇട്ട് ആൾക്കാരൊക്കെ വന്നു, സെൽഫി എടുക്കാൻ കൂട്ടി നിന്നു. ഗ്രാൻഡ് സ്വീകരണം ഇഷ്ടം പോലെ പായസം കൂട്ടി ഭക്ഷണം കഴിച്ചു. സാർ ഏതൊരു സിനിമയിൽ അഭിനയിച്ചു. അതായത് ബിലീവേഴ്സ് ചർച്ചിലെ ഡോക്ടർമാരുടെ സംഘം, ആ ഹോസ്പിറ്റലിലെ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ തിരുവല്ലയിലെ പിന്നെ ഡോക്ടർമാരുടെ സംഘം, അവർ കുറേ നാളായിട്ടൊരു പടം എടുക്കണം എന്നുള്ളൊരു ആലോചന വരികയായിരുന്നു. അപ്പോൾ ആ പടം ഏതായിരിക്കണമെന്ന് അവർ തീരുമാനിക്കുകയും അതൊരു പരിസ്ഥിതി സംബന്ധമായിരിക്കണമെന്ന് ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്തു. അതിന് എത്തി ആ പടം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എനിക്കൊരു റോള് അവിടെ തന്നു, വൃക്ഷവൈദ്യനായിട്ട് തന്നെ. ശരി. അപ്പം എന്തായിരുന്നു സിനിമയുടെ പേര്? ആദച്ചായി. അത് ഒരു സിനിമയിലുള്ള ഒരു കർഷക മലയാളം സിനിമ തന്നെയല്ലേ? അതെ. അതിന്റെ പ്രദർശനം ആദ്യം കഴിഞ്ഞു. വിദേശ സംഘം, TV സംഘം വന്ന് 2 ദിവസം ഞങ്ങളോടൊപ്പം ക്യാമ്പ് ചെയ്ത് ഇവിടെ ഉണ്ട്, ഉറങ്ങിക്കിടന്ന് പോയി. 2 ദിവസം മൊത്തം ഷൂട്ടിംഗ് ആയിരുന്നു. അവസാനം 2 മിനിറ്റ് സമയം ഫ്രാൻസ് സർക്കാരിൻ്റെ TV-യിൽ ഇങ്ങനെ ഒരാൾ ലോകത്തുണ്ട് എന്ന് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ലിങ്ക് ഇട്ട് വന്നു. അതൊരു വലിയ ഒരുപാട് എൻക്വയറി ഒക്കെ വരാറുണ്ടോ ഈ ചികിത്സയ്ക്ക്? നിരവധിയുണ്ട്. അടുത്ത ബുക്കിൻ്റെ പേര് ഞാൻ പറയുന്നു. മരമേ എന്നാണ് ബുക്കിൻ്റെ പേര്. മരമേ. മരത്തെ വിളിക്കുകയാണോ? മരമേ എന്ന് മരത്തെ വിളിക്കുന്നു. പക്ഷെ അതിനകത്തുള്ള സംഭവം എന്ന് ചോദിച്ചാൽ വളരെ ചരിത്ര പ്രാധാന്യമായ ചില മരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മരങ്ങളുടെ ചരിത്രം അടങ്ങുന്ന ഒരു പുസ്തകമായിരിക്കും. അതായത് വൃക്ഷായുർവേദത്തിൽ മരം നടുന്നതിന് വേണ്ടി പറയുന്നുണ്ട്. ഇന്നത്തെ പോലെയല്ല. പണ്ട് നമ്മുടെ വീട്ടിൽ പശുക്കളുണ്ടെങ്കിൽ വേറൊരു പശുവിനെ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ആ പശുവിനെ അന്നത്തെ ദിവസം കൂട്ടിക്കയറ്റി കെട്ടത്തില്ല, മാറ്റിക്കെട്ടും. ഇതിനു മുമ്പായി കുഴിയെടുക്കുന്നു. കുഴിയെടുത്തു കഴിഞ്ഞാൽ കുഴിയുടെ അടുത്ത് കൊണ്ടുപോയി ഈ മരത്തൈ വെക്കണം. മരത്തൈ വെച്ച് കഴിയുമ്പോൾ അവിടുത്തെ കാലാവസ്ഥയുമായി ഈ മരത്തൈ പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. എത്ര നേരം വെക്കണം കുഴിയുടെ പക്കം? ഒരു 6 ദിവസം. അതിനുശേഷം നടുന്നയാൾ എങ്ങനെ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. നടുന്നയാൾ തോർത്തൊടുത്ത് ഒഴുക്കുള്ള തൈ നെഞ്ചോട് ചേർത്ത് ഒഴുക്കുള്ള വെള്ളത്തിൽ 3 പ്രാവശ്യം പൂർണ്ണമായി മുങ്ങി എണീറ്റ് ആ നനമോടുകൂടി തന്നെ കുഴിയിലിറക്കി വെച്ച് മണ്ണിട്ട് തൊഴുതു പോരണം എന്നാണ് പറയുന്നത്. നമുക്ക് ഈ വൃക്ഷങ്ങളുടെ പ്രായം എങ്ങനെയാണ് സാർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അത് കണ്ടെത്തുന്നത്? നമ്മളൊക്കെ സാധാരണ കാണുന്നത് നല്ല വണ്ണവും നീളവും ഒക്കെ ഉള്ള തടി കണ്ട നല്ല മൂത്തയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് നല്ല പ്രായമുള്ള തടിയാണെന്ന് അനുമാനിക്കാറാണ്. അങ്ങനല്ല. വൃക്ഷങ്ങളിലെ പ്രായം അളക്കുന്നതിന് വേണ്ടി 5 രീതികളുണ്ട്. കേരളത്തിലും ഇന്ത്യയിലും നിലവിലുണ്ട്. ചില രാജ്യങ്ങളിൽ അത് 7 വികസിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത്, ഒരു മരം ഇത്
അതിൻ്റെ ചരിത്രം നോക്കി പോവാണ്. നമ്മൾ ചരിത്രം അന്വേഷിക്കും. അതായത് എൻ്റെ അച്ഛൻ്റെ കാലത്ത് ഈ മരം ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ എൻ്റെ അച്ഛനിപ്പം 80 വയസ്സിന് മുകളിലായി. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ കാലത്തുണ്ടായിരുന്നു പറഞ്ഞാൽ 8 8 16 160ആയി. അപ്പോൾ അതിനും മുന്നേ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 160-നും 200-നും ഇടയ്ക്ക് ആ മരത്തിന് പ്രായം ഉണ്ടെന്ന് കണക്കാക്കി. അത് ചരിത്രപരമായ ഒരു കണക്കാക്കി. മറ്റൊന്നുള്ളത് പ്രായം ചെല്ലും തോറും മനുഷ്യനെ പറഞ്ഞ പോലെ ആഹാരം തീരെ കുറച്ച് മതി, മരങ്ങൾക്ക് ആഹാരം തീരെ കുറച്ച് മതി. പ്രായം ചെല്ലുന്ന മരങ്ങൾക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഈ മരത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന മരം വളരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വയം ചത്ത് അമ്മ മരമായി ഇവിടെ ചെയ്യുന്ന ആഹാരം പാചകം ചെയ്യുന്ന മുഴുവൻ വേര് വഴി ആ മരത്തിനെ കൊടുത്തിട്ട് ഇത് സമാധിയാവും. ശരി. ഇത് കള്ളത്തരമല്ല, ഇതൊക്കെ സത്യസന്ധമായിട്ട് ശാസ്ത്രലോകം കണ്ടെത്തിയതാണ്. അതിനെ അമ്മ മരമെന്ന് വിളിക്കുന്നത്. മനുഷ്യൻ പോലും ചെയ്യാത്തൊരു കാര്യം മരം ചെയ്യുന്നു. അപ്പം അങ്ങനെ ഈ ഇതിൻ്റെ ഇല ചെറുതായി കഴിഞ്ഞാൽ അത് വർഷം കൂടുതലാണ്. വർഷം കൂടുന്തോറുമാണ് ഇല ചെറുതായി കാണുന്നത്. ഇല വലുതാണെങ്കിൽ അവന് യൂത്താണ്. മറ്റൊന്നുള്ളത് റിങ് സിസ്റ്റം എന്ന് പറയും, വളരീതി. അതായത് മരത്തിൻ്റെ ഏതെങ്കിലും ഒരു ശിഖരം മുറിച്ചു കഴിഞ്ഞാൽ അത് നോക്കിക്കഴിയുമ്പോൾ 10 വർഷം കൂടുമ്പോൾ അതിൽ ഓരോ വളയിട്ടിരിക്കുന്ന പോലെ ഓരോ സ്കൂളിലൊക്കെ പഠിച്ചിരിക്കുന്ന ഈ രീതിയാണ്. അത് ഏറ്റവും കൂടുതലുള്ളത്, ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റുന്ന ഒരു മരം എന്ന് പറയുന്നത് ഈ തേക്കിൻ്റെയാണ്. പിന്നെ ഉള്ളത് കാർബൺ ഡേറ്റിംഗ് ആണ്. അതായത് ഒരു നിശ്ചിത പ്രകാശം മരത്തിലൂടെ കിടത്തി വിട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ വർഷം തെളിഞ്ഞു വരും. കാർബൺ ഡേറ്റിംഗ് അത് സുരക്ഷയെ മുൻനിർത്തി പല രാജ്യങ്ങളിലും നിരോധിച്ചിട്ടുണ്ട്. കാർബൺ ഡേറ്റിംഗ് അത് അല്ലെങ്കിൽ അത് ആ സിസ്റ്റം പ്രയോഗിച്ചു കഴിഞ്ഞാൽ രാജ്യസുരക്ഷ വരെ ബാധിക്കാം. പിന്നെ മറ്റൊന്നുള്ളത് ഇതിൻ്റെ തൊലി ചിരണ്ടിയെടുത്ത് കേരള വനഗവേഷണ കേന്ദ്രം പോലുള്ള ഫോറസ്റ്റ് മരങ്ങളെക്കുറിച്ച് ഗവേഷണം നടന്നിടത്ത് ചെന്ന് കഴിഞ്ഞാൽ ഏകദേശം പ്രായം അവിടെ ശാസ്ത്രീയമായിട്ട് പറയും. അപ്പം ഇങ്ങനെയാണ് രീതി. 5 മെത്തേഡുകളുണ്ട് പ്രായം കണ്ടെത്താൻ. അതെ, ഞങ്ങൾ പോകുന്നത് തികച്ചും വേണമെങ്കിൽ സൗജന്യമാണെന്ന് പറയാം. ഞങ്ങൾ കൂലി പറയാതെ എന്നാലും നമുക്ക് ഹോസ്പിറ്റലുകളെ പോലെ ഒരു ഡോക്ടറുടെ ഒരു ഫീ കാണുമല്ലോ, അങ്ങനെ ഒരിടത്തൊന്നും ഇന്നേ വരെ 201 മരത്തെ ചികിത്സിക്കാൻ പോയിട്ട് വാങ്ങിയിട്ടില്ല. നിങ്ങൾ അറിഞ്ഞു തരും കിട്ടുമെന്നുള്ള. ചിലപ്പോൾ മരം നോക്കാൻ പോയിട്ട് വെറും കൈയോടെ വന്നിട്ടുണ്ട്. കാരണം ഈ ഒരു പോളിസി കാരണം ആള് തരുന്നില്ല, നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. പക്ഷേ ട്രീറ്റ് കഴിയുമ്പോൾ ചിലർ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു മരത്തെ തിരുവനന്തപുരത്ത് ചികിത്സിക്കാൻ പോയി. അവർ പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾ ദക്ഷിണ തരുന്ന 10,000 രൂപയാണെന്ന് പറഞ്ഞു. ലോട്ടറി അടിച്ചാൽ. കാരണം നമ്മൾ അത്രയൊന്നും ഉദ്ദേശിക്കുന്നില്ല, അത്രയും തന്നു. ഒരാൾ 10,000 രൂപ തരുമ്പോൾ 1 രൂപ പോലും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് തരാത്തവരും വേറെ ഉണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ ഒരു ചെയ്യല്ലെന്ന് ഒരു മരത്തിൻ്റെ ജീവൻ അപകടത്തിലാക്കാൻ നമ്മൾ തയ്യാറില്ല. അത് പോളിസിയാണ്. ഇത് 3 വലിയ ആൽബങ്ങളാണ്. ഓരോന്നിലും ഒരു 100-ലധികം പേജുകളുണ്ട്. ഇത് മുഴുവൻ ബിനുസാറിൻ്റെ വൃക്ഷ ചികിത്സ സംബന്ധിച്ചുള്ള വിവിധ മാധ്യമങ്ങളിൽ, ദേശീയ മാധ്യമങ്ങളിലും പ്രാദേശിക മാധ്യമങ്ങളിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ വന്ന റിപ്പോർട്ടുകളും അതിൻ്റെ ചിത്രങ്ങളും ഒക്കെ അടങ്ങിയ ഒരു ഫയലാണിത്. 3 വലിയ ഫയലുകളാണ്. ഇതിനകത്ത് നിറയെ ബിനുസാറ് വൃക്ഷ ചികിത്സ നടത്തുന്നത്, വൃക്ഷ ചികിത്സ എന്താണ്, ചികിത്സാ രീതി എന്താണ്, ചികിത്സയ്ക്ക് എന്തൊക്കെ മാർഗങ്ങളാണ് അവലംബിക്കുന്നത് തുടങ്ങി എല്ലാ വിഷയങ്ങളും ഇതിനകത്തുണ്ട്. കൂടാതെ ഇദ്ദേഹം പങ്കെടുത്ത പരിപാടികൾ, സെമിനാറുകൾ, അങ്ങനെയുള്ള പരിപാടികൾ, സ്കൂളിൽ കുട്ടികൾക്ക് ഈ വൃക്ഷപരിപാലനം സംബന്ധിച്ച് ക്ലാസ് എടുത്തത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. പ്രകൃതി ഇല്ലെങ്കിൽ മനുഷ്യരാശിക്ക് നിലനിൽപ്പില്ല. ഇതൊക്കെ നമുക്കറിയാമെങ്കിൽ തന്നെയും നമ്മൾ ഓരോരുത്തരും അറിഞ്ഞും അറിയാതെയും നമ്മുടെ സൗകര്യപൂർവ്വം പ്രകൃതിക്ക് കൊടുക്കാവുന്ന ആഘാതങ്ങളൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കാലത്താണ് ഇങ്ങനെ സ്വന്തമായി ഒരു സ്കൂൾ അധ്യാപകനാണെന്ന് നേരത്തെ പറഞ്ഞു, അവിടുന്ന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിൽ നിന്ന് ഒരു വിഹിതമെടുത്ത് പലപ്പോഴും ലാഭേച്ഛ തീരെയില്ലാതെ ഓരോ കാര്യങ്ങൾ ഇതിനായിട്ടിപ്പോൾ വൃക്ഷചികിത്സയ്ക്കുള്ള മരുന്നും മറ്റു കാര്യങ്ങളും നേരത്തെ പറഞ്ഞു 18 ഇനം, ചെറുതേൻ ഉൾപ്പെടെ 18 ഇനങ്ങളുണ്ടെങ്കിൽ അത് ഒരു പ്രത്യേക അനുപാതത്തിൽ കൂട്ടി ചേർത്താണ് ഇതിനുള്ള മരുന്നും മറ്റു പല കാര്യങ്ങളും ഉണ്ടാക്കുന്നത്. ഇതിനൊക്കെ ചിലവുണ്ട്. ഈ ചിലവൊക്കെ അദ്ദേഹത്തിൻ്റെ ശമ്പള വരുമാനത്തിൽ നിന്നെടുത്താണ് ഇത് മുഴുവൻ ചെയ്യുന്നത്.
ചിലർ അതിൻ്റെ ചിലവ് വഹിക്കും, മറ്റ് ചിലർ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ സലാം പറയും. ലോക പരിസ്ഥിതി ദിനത്തിൽ ബിനു സാറിനെ ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് ചാരിതാർത്ഥ്യമുണ്ട്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. വരും കാലങ്ങളിൽ അദ്ദേഹത്തിന് വൃക്ഷങ്ങളെയും നമ്മുടെ പ്രകൃതിയെയും പരിരക്ഷിക്കാൻ ആയുസ്സും ആരോഗ്യവും ജഗദീശ്വരൻ നൽകട്ടെ, സമൃദ്ധമായി നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. നമസ്തേ.